ഇന്നൊരു മിഡ് വീക്ക് എവിക്ഷൻ നടന്നാൽ എങ്ങനെ ഇരിക്കും? അത് നമുക്ക് അല്പസമയത്തിനുള്ളിൽ അറിയാം. ഇന്ന് ബിഗ് ബോസ് വീട്ടിലൊരു മിഡ് വീക്ക് എവിക്ഷൻ നടക്കാൻ പോവുകയാണ്. ഷാനവാസിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു മിഡ് വീക്ക് എവിക്ഷൻ നടക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇന്ന് വീട്ടിൽ സ്പോൺസർ ടാസ്കിന് ശേഷം ഒരു എവിക്ഷൻ നടക്കുന്നുണ്ട്, മിഡ് വീക്ക് എവിക്ഷൻ. ആരായിരിക്കും പുറത്തു പോവുക? ലക്ഷ്മി ആയിരിക്കും പുറത്തു പോവുക. ഷാനവാസിന് ബിഗ് ബോസ് കൊടുത്തൊരു സീക്രട്ട് ടാസ്ക് ആണ്. കഴിഞ്ഞ സീക്രട്ട് ടാസ്ക് കുളമാക്കിയില്ലേ? ബിഗ് ബോസ് ഇതാ മറ്റൊരു സീക്രട്ട് ടാസ്ക് കൊടുത്തിരിക്കുകയാണ്. ഒരു പക്ഷേ ഈ ഒരു സീക്രട്ട് ടാസ്ക് ഗംഭീരമായിട്ട് ഷാനവാസിന് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം കൊണ്ടായിരിക്കാം ബിഗ് ബോസ് ഇപ്പോൾ ഇതാ ഈ ഒരു ടാസ്ക് ഷാനവാസിന് കൊടുത്തിരിക്കുന്നത്. ഒരു ഫേക്ക് മിഡ് വീക്ക് എവിക്ഷനാണ് നടക്കാൻ പോകുന്നത്. സ്പോൺസർ ടാസ്കിന് ശേഷമായിരിക്കും നടക്കുക. ഷാനവാസ് മനസ്സിൽ വിചാരിച്ച ഒരാളെ പുറത്താക്കാം. അതിനുവേണ്ടി മറ്റു കുടുംബാംഗങ്ങളെല്ലാം സംഘം ചേർന്ന് ഒരാളെ നോമിനേറ്റ് ചെയ്ത് ആ ആളെ പുറത്താക്കണം. ലക്ഷ്മിയാണ് ഷാനവാസ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള 5 പേരോട് ഇത് പറഞ്ഞ് ലക്ഷ്മിയെ പുറത്താവുന്നു, ലക്ഷ്മിയുടെ യാത്ര പറഞ്ഞ് പോകുന്ന പോലെയുള്ള ഒരു രംഗങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. സീസൺ 5 ശോഭയ്ക്ക് പെട്ടി വരാൻ പാക്ക് ചെയ്ത് പുറത്താക്കിയില്ലേ, ആ ഒരു രംഗം അതേപോലെ തന്നെ ആയിരിക്കും ഒരു പക്ഷേ ഇന്ന് നടക്കാൻ പോകുന്നത്. ലക്ഷ്മിയാണ് ആള്. കരയാൻ സാധ്യതയില്ല, പക്ഷേ ഒരു ദേഷ്യപ്പെട്ട് ഒച്ചപ്പാട് ബഹളമൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. നമുക്ക് നോക്കാം അതെങ്ങനെ നടക്കാൻ പോവാന്ന്. എന്നാൽ ഷാനവാസിൻ്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ഒരു പക്ഷേ ബിഗ് ബോസ് ഷാനവാസിനെ ഈ ഒരു ദൗത്യം ഏൽപ്പിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഷാനവാസ് ഭയങ്കര ഡൗൺ ആണ്. ഷാനവാസ് സീക്രട്ട് ടാസ്ക് കഴിഞ്ഞ ആഴ്ച കൊളമാക്കിയതിൻ്റെ ഒരു വിഷമം ഷാനവാസിനുണ്ട്. ലാലേട്ടനാണെങ്കിലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഷാനവാസിനെ വളരെ നെഗറ്റീവാണ് പുറത്തുനിന്നുള്ളവരെന്തോ തോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷാനവാസ് അല്പം ഒന്ന് ഒതുങ്ങി. പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളിക്കണമല്ലോ, അതുകൊണ്ടായിരിക്കാം. നമുക്ക് തെറ്റ് സംഭവിക്കാത്തതായിട്ട് ആരുമില്ല, എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കും. തെറ്റ് സംഭവിച്ച് അത് ചൂണ്ടിക്കാട്ടുമ്പോൾ അത് തിരുത്താൻ ഒരു മനസ്സ് വേണം. അത് പലർക്കും ഉണ്ടായെന്ന് വരില്ല, പക്ഷേ ഷാനവാസിന് അതുണ്ട്. കഴിഞ്ഞ 2 ആഴ്ച പ്രേക്ഷകരെ വെറുപ്പിച്ച ഷാനവാസ് ഈ ഒരാഴ്ച കൊണ്ട് പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയിരിക്കുകയാണ്. ബിഗ് ബോസിന് തന്നെ ഒരു പാവം തോന്നിയതുകൊണ്ടായിരിക്കാം ബിഗ് ബോസ് ഇപ്പോൾ സീക്രട്ട് ടാസ്കുമായിട്ട് ഷാനവാസിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത്. ബിഗ് ബോസ് വിശേഷമൊക്കെ ചോദിച്ചു, സീക്രട്ട് ടാസ്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഷാനവാസിനെ ഞെട്ടിപ്പോയി എന്താന്നുള്ളത്. പക്ഷെ എന്തായാലും ഈ ഒരു ദൗത്യം തൻ്റെ ചീത്തപ്പേര് മാറ്റിയെടുക്കാൻ തനിക്ക് കിട്ടിയ ഒരു അവസരമായി തന്നെ ഷാനവാസ് അത് എടുക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്ക് നോക്കാം അതെങ്ങനെ കളിക്കാൻ പോവാന്ന്. രസകരമായിട്ടുള്ള നിമിഷങ്ങളായിരിക്കും അല്ലെങ്കിൽ രംഗങ്ങളായിരിക്കും ഇന്ന് അല്പസമയത്തിനുള്ളിൽ ലൈവിൽ വരാൻ പോകുന്നത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരോ, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.